You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കളിയാട്ടത്തിൻ്റെ വിശേഷങ്ങളുമായാണ്. മലപ്പുറം ജില്ലയിലെ ചമ്മാടിനടുത്തുള്ള തലപ്പാറയിലാണ് മൂന്നിയൂർ കളിയാട്ടമുക്ക് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് കളിയാട്ടമെന്ന കോഴിക്കളിയാട്ടം നടത്തിവരുന്നത്. മൂന്നിയൂർ പഞ്ചായത്തിലാണ് കളിയാട്ടക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ കളിയാട്ടക്കാവിലമ്മക്ക് സമർപ്പിക്കുന്ന കോഴിക്കളിയാട്ടം എന്ന ആഘോഷം എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്നതും കേരളം എക്കാലവും അറിയപ്പെടുന്ന സാമുദായിക ഐക്യത്തിൻ്റെ പാരമ്പര്യം കൂടിയാണ് ഈ ഉത്സവം. ഇടവമാസത്തിലെ ആദ്യ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പ്രധാന ഉത്സവത്തിൻ്റെ 12-ാം ദിവസമാണ് കോഴിക്കളിയാട്ടം നടത്തുന്നത്. കാപ്പൊലിക്കൽ അഥവാ കവ്വ് പൊലിക്കൽ എന്ന പരമ്പരാഗത ആചാരത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. തുടർന്ന് ഭക്തർ ദേവിയുടെ കോലം വഹിച്ചുകൊണ്ട് പ്രദേശത്തെ വീടുകൾ സന്ദർശിച്ച് ദേവിയെ സ്തുതിക്കും. ആചാരപരമായ പ്രദർശനത്തിന് ശേഷം ആചാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് വെച്ച് കോലങ്ങൾ നശിപ്പിക്കും. മൂന്നിയൂരിലെ ഒരു നായർ തറവാടായ വേളിവേലി കുടുംബത്തിൻ്റേതാണ് ഈ ക്ഷേത്രമെങ്കിലും നായർ, തണ്ടൻ, മന്നൻ, വേലൻ എന്നീ സമുദായങ്ങളിൽപ്പെട്ട 15ഓളം കുടുംബങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ശാശ്വത ഉദാഹരണമായ സൂഫി സന്യാസി സയ്യിദ് മൗലവി തങ്ങളുടെ ആരാധനാലയമായ മമ്പുറം ദർഗയിൽ നിന്ന് അനുഗ്രഹം തേടി പുരോഹിതരും ഭക്തരും ആചാരപരമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന ഘോഷയാത്ര ഇന്നും പാരമ്പര്യ ക്ഷേത്ര ആചാരമായി നടത്തിപ്പോരുന്നു. ഈ ആചാരത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രാദേശികമായി പല പതിപ്പുകൾ ഉണ്ടെങ്കിലും കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ മലബാറിലെ രത്നങ്ങൾ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. സഹവർത്തിത്വത്തിൻ്റെ വക്താവും അടിച്ചമർത്തപ്പെട്ടവരുടെ സംരക്ഷകനുമായ മമ്പുറം തങ്ങളാണ് വാർഷികോത്സവത്തിൻ്റെ 12-ാം ദിവസം കോഴിക്കളിയാട്ടം നടത്താൻ ദളിത് സമൂഹത്തിന് അനുവാദം നൽകിയതത്രേ. ക്ഷേത്ര പങ്കാളികൾക്കിടയിൽ ഒരു സമവായം രൂപപ്പെടുന്നതിന് മമ്പുറം തങ്ങളാണ് മുൻകൈ എടുത്തത് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. മലബാറിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകൾ തെങ്ങിൻ കുരുത്തോല, മുള, കറുപ്പ്, ചുവപ്പ് തുണികൾ എന്നിവ കൊണ്ടുള്ള കോഴിക്കുതിരകളെ കെട്ടി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അവർ താളാത്മകമായി ഡ്രമ്മ്, പഴഞ്ചണ്ട എന്നിവയുടെ താളങ്ങളനുസരിച്ച് നൃത്തം ചവിട്ടി ഘോഷയാത്രയായി ആഡംബരത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും വിചിത്രമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമല്ല ദൈനംദിന പൂജകളെങ്കിലും 30 ദിവസത്തെ മണ്ഡലകാലത്തും 17 ദിവസത്തെ കളിയാട്ട ഉത്സവത്തിലും പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ഉത്സവവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ചടങ്ങുകളും മറ്റെല്ലാ ദിവസങ്ങളിലും സന്ധ്യക്കാണ് നടത്താറുള്ളത് എങ്കിലും പകൽ സമയത്താണ് കോഴിക്കളിയാട്ടം നടത്തുന്നത്. ദേവതയ്ക്കുള്ള വഴിപാടുകളിൽ കോഴികൾ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ പരിപാടിയുടെ പേര്. കാലക്രമേണ പ്രതിമകളുടെ വലിപ്പത്തിലും ആകൃതിയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെറുതും എളിമയുള്ളതുമായ മിനിയേച്ചർ മോഡലുകൾ വലിയതും ഗംഭീരവുമായവയ്ക്ക് വഴിയൊരുക്കി. പകൽ സമയത്ത് നടക്കുന്ന പകൽ കളിയാട്ടത്തിൽ ഹിന്ദു കുടുംബങ്ങൾ മാത്രമല്ല മതപരമായ എല്ലാ അതിർവരമ്പുകൾക്കപ്പുറം എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്നു എന്ന് ക്ഷേത്ര കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായ രാമചന്ദ്രൻ നായർ പറയുന്നു. വിവിധ സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ പ്രകടമാണ് ഈ ആചാരം. ഉത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മതസ്ഥരും അടുത്തുള്ള പള്ളികളിൽ പ്രാർത്ഥന നടത്തുന്നത് പതിവാണ്. ഉത്സവത്തിൻ്റെ നടത്തിപ്പിൽ പ്രദേശത്തെ മുസ്ലിം കുടുംബങ്ങൾ സജീവമായ പങ്കുവഹിക്കുന്നത് കാണുന്നത് സന്തോഷകരമാണെന്ന് രാമചന്ദ്രൻ നായർ പറഞ്ഞു വയ്ക്കുന്നു. മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഫസൽ സി പറയുന്നതനുസരിച്ച് കളിയാട്ടക്കാവിൻ്റെ ചരിത്രം 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉള്ളതാണ് എന്നതാണ്.
മമ്പുറത്തെ തങ്ങൾ കുടുംബം പ്രദേശത്ത് സ്വാധീനം ചെലുത്തിയിരുന്ന കാലത്തും താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ വൻ തോതിൽ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ തുടങ്ങിയ കാലത്തും കളിയാട്ടക്കാവിൻ്റെ ചരിത്രം മിത്തും യാഥാർത്ഥ്യവും കൂട്ടിച്ചേർന്നതാണ്. വാർഷിക ഉത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ ഉണ്ടെങ്കിലും കോയിക്കളിയാട്ടത്തിൻ്റെ സമയത്ത് ക്ഷേത്രം സജീവമാകും. 19-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നിലനിന്നിരുന്ന സാമുദായിക വ്യവസ്ഥയുടെയും പെരുമാറ്റത്തിൻ്റെയും പ്രതിഫലനമായിരിക്കാം ഇത്. ജാതി ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തൊട്ടുകൂടായ്മയും മറ്റു തരത്തിലുള്ള വിവേചനങ്ങളും അനുഭവിച്ചിരുന്നു. ദേവനെ ആരാധിക്കാനും ഒരു ദിവസം ഉത്സവം നടത്താനും അവസരം ലഭിച്ചപ്പോൾ അവർ അത് അത്യധികം ഊർജ്ജസ്വലതയോടെയും ആവേശത്തോടെയും ചെയ്തിരിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കോയിക്കളിയാട്ടമെന്ന ഈ ഉത്സവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞതും അന്വേഷിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചരിത്രത്താളുകളിലും പ്രാദേശികമായും വ്യത്യസ്തമായ കഥകളും ഉണ്ടായിരിക്കാം. ദേവകാര്യങ്ങളിൽ ഓരോ വിഭാഗക്കാരും അവരുടെ പങ്ക് വഹിക്കണം എന്നാണ്. ഓരോ വിഭാഗക്കാരും ചെയ്യേണ്ട ചുമതലകൾ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളും അവരുടേതായ ചുമതലകൾ നിർവഹിക്കുമ്പോഴാണ് കോയിക്കളിയാട്ടം എന്ന ഈ സാമുദായിക ഉത്സവത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. എല്ലാ മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ വിഭാഗത്തിലും ഉയർന്ന പദവി തന്നെയാണ് കാണാൻ കഴിയുക. അതുപോലെ തന്നെയാണ് ഇവിടെയും. പൂജാദ്രവ്യങ്ങൾ സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി ഊരാള വിഭാഗത്തിൽപ്പെട്ട വ്രതശുദ്ധിയുള്ള സ്ത്രീകൾക്കാണ് അന്നദാന ചടങ്ങുകൾക്കുള്ള ധാന്യങ്ങൾ ശേഖരിച്ച് ഇടിച്ച് ഭക്ഷ്യയോഗ്യമാക്കുന്നത്. ഇതുമാത്രമല്ല, മറ്റു ധാരാളം ജോലികളും ഇവർക്ക് ഉണ്ട്. സന്ധ്യയ്ക്ക് തെക്കൻ വാതിലിൽ തിരുമുടി കെട്ടി വെളിച്ചപ്പാട് തുള്ളുന്നത് വേലൻ പെരുമണ്ണൻ വിഭാഗവും, തെക്കൻ വാതിലിൽ താലപ്പൊലിയെടുക്കൽ ദേവി എഴുന്നള്ളത്തിന് നടത്തം ചൊല്ലൽ വേറൊരു വിഭാഗവും, ഉത്സവത്തിൻ്റെ ഭാഗമായി പാലമരം മുറിക്കൽ, ഇളമരം നടൽ, പൂജാപാത്രങ്ങൾ ഉണ്ടാക്കൽ എന്നിവ ആശാരി സമുദായവും, ഉത്സവത്തിൻ്റെ മുഹൂർത്തം കുറിക്കുന്നതും ഫലം പറയുന്നതും പണിക്കർ വിഭാഗക്കാരും ആണ്. അങ്ങനെ എല്ലാ സമുദായക്കാരും അവരുടേതായ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് കളിയാട്ട മഹോത്സവത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ഈ കാണുന്നതാണ് കരിക്കൊള്ളിക്കാവ്. കരിക്കൊള്ളിക്കാവ് എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. കളിയാട്ടക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായാണ് ഇതിനെ കാണുന്നത്. ഇവിടെ ഓരോ കുതിരകളും വലം വെച്ചാണ് കളിയാട്ടക്കാവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത്. ഇവിടെ മണ്ഡലകാലത്ത് വർഷത്തിലൊരിക്കൽ താലപ്പൊലി നടത്താറുണ്ട്. പിന്നെ കളിയാട്ടം കഴിഞ്ഞുള്ള 7ാം പൂജയും ഇവിടെ വെച്ചാണ് നടത്തുന്നത്.
ഈ കാണുന്ന പാലമരവും അതിനു ചുറ്റുമുള്ള തറയും ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ പൊയ്ക്കുതിരകളും ഈ പാലമരത്തറയെ വലം വെച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. പൊയ്ക്കുതിരകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കും. ഇതും ഒരു പ്രധാന ചടങ്ങ് ആണ്. ഇതിനുശേഷം പൊയ്ക്കുതിരയുടെ പ്രധാന ഭാഗം അഴിച്ച് ദേവിക്ക് സമർപ്പിച്ച് മറ്റു ഭാഗങ്ങൾ തല്ലിച്ചതച്ച് നശിപ്പിക്കും. ഇതോടുകൂടിയാണ് ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. ഈ ക്ഷേത്ര മഹോത്സവം കാവിലമ്മയുടെ ഈ തിരുവുത്സവം കഴിയാത്ത മഹോത്സവം നമ്മുടേതാണ്. നമ്മളാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, നമ്മളാണ് ഇത് കാണുന്നത്. ക്ഷേത്ര മഹോത്സവത്തിന്റെ വിജയം നമ്മുടെ കൈകളിലാണ്. എത്രയും പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിക്കൊടുത്തുകൊണ്ട് സഹകരിക്കണം. പൊയ്ക്കുതിര സംഘങ്ങൾ വഴിയോരത്ത് നിൽക്കുന്നവർ ദയവ് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊടുത്ത് സഹകരിക്കേണ്ടതാണ്. എല്ലാവരും ഇത് ഈ അറിയിപ്പ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് പൊയ്ക്കുതിര സംഘങ്ങൾ നിർബന്ധമായിട്ടും സഹകരിക്കേണ്ടതാണ്. വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നവർ ദയവ് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊടുത്ത് സഹകരിക്കണം.
മറ്റേതൊരു ഉത്സവം പോലെയും കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് കൊണ്ടാണ് കളിയാട്ടവും നടത്തിപ്പോരുന്നത്. കളിയാട്ടം എന്നത് ഇടവപ്പാതിക്ക് കൃഷി ഇറക്കാൻ നിൽക്കുന്ന കർഷകർക്ക് വിത്തും വളവും വാങ്ങാനുള്ള പുരാതന ആചാരം കൂടിയാണ് കളിയാട്ടം. ഉത്സവത്തോടനുബന്ധിച്ച് വലിയൊരു ചന്ത തന്നെ ക്ഷേത്രപരിസരത്ത് ഉയർന്നു വരും. ഇടവപ്പാതിയിൽ കൃഷി ഇറക്കുന്നവർക്ക് ഈ ചന്തയിൽ ചെന്നാൽ എല്ലാത്തരം കാർഷിക ഉൽപ്പന്ന വിത്തുകളും തൈകളും ചെടികളും എല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരു ചന്ത തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഞാനീ പറഞ്ഞു വെച്ച ചരിത്രങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മതസൗഹാർദ്ദത്തിൻ്റെയും സാമുദായിക ഐക്യത്തിൻ്റെയും പ്രശസ്തി വിളിച്ചോതുന്ന ഈ കളിയാട്ട മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പുതിയൊരു അധ്യായവുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. You are watching Malabar Safari.